ഇന്ന് നല്ല മഞ്ഞുള്ളൊരു ദിവസമാണ്. ഈ മഞ്ഞൊക്കെ പുറത്ത് കാണുമ്പോൾ അകത്ത് മൂടി പുതച്ച് കമ്പിളിയുടെ അകത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. കുറേ നേരം കിടന്നുറങ്ങി, പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ പുറത്തോട്ട് നോക്കി ഒന്ന് ആസ്വദിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ബാൽക്കണി തുറന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും നല്ല തണുപ്പുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഭംഗി ഈ ബാൽക്കണിയിൽ നിന്ന് മാത്രം നോക്കിയാൽ പോരാ, ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്താലോ എന്ന് തോന്നി. ഇതൊക്കെ ഒരു രസമല്ലേന്ന്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ മഞ്ഞിലിറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ജാക്കറ്റ്, ഷൂസ് ഇട്ടിട്ടുണ്ട്, ഗ്ലൗസ് ഇത് ഞാൻ ഇപ്പോൾ വീഡിയോ ഓണാക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടതാണ്. ഗ്ലൗസ്, ക്യാപ്പ് എല്ലാം സെറ്റാണ്. സോ നമുക്ക് പോയി ഒന്ന് മഞ്ഞൊക്കെ കണ്ട് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. ആഹാ, ഇത് കൊള്ളാലോ. ഈ പേയ്മെൻറ്റ് മുഴുവൻ ഇങ്ങനെ മഞ്ഞ് വിരിച്ച് കിടപ്പുണ്ട്. ഈ മഞ്ഞിലേ നടക്കാൻ നല്ല സുഖം, നല്ല പൊടി മണ്ണിൽ ചവിട്ടുന്നൊരു സുഖം. നമ്മുടെ ഈ ബീച്ചിലൊക്കെ ഉള്ളൊരു പൂഴി മണ്ണിൽ ചവിട്ടുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. നല്ല രസമാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ ആൾക്കാർ ചവിട്ടിപ്പോയ വഴികൾ കാണുന്നില്ലേ, അവിടെയൊക്കെ ഈ മഞ്ഞ് ഐസായി മാറിയിട്ടുണ്ടാവും. ഐസിൽ നടക്കുന്നത് ഭയങ്കര ഡേഞ്ചറസാണ്. എപ്പോഴാ തെന്നി വീഴാന്ന് പറയാൻ പറ്റില്ല. ഞാനതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് നടക്കുന്നത്. മെയിൻ റോഡുകളിലൊക്കെ സ്നോ നേരത്തെ തന്നെ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റിൻ്റെ എൻട്രൻസ്. നമുക്കൊന്ന് മാർക്കറ്റിൽ കയറി നോക്കാം. ഇവിടുത്തെ ഷോപ്പിൻ്റെയൊക്കെ മുന്നിലെ മഞ്ഞ് ഇതുപോലെ ഇങ്ങനെ കോരി വൃത്തിയാക്കുന്നുണ്ട്. ഓപ്പൺ മാർക്കറ്റുകളുണ്ട് സൈഡിലൊക്കെ, അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും മഞ്ഞ് വീഴ്ചയിൽ അവർക്ക് അവിടെ തുറന്നിരിക്കാൻ പറ്റില്ലല്ലോ. വഴി മൊത്തം മഞ്ഞും മണ്ണും ചെളിയും ഒക്കെ കൂടി ആകെ ഒരു വല്ലാത്ത പരുവത്തിലായിട്ടുണ്ട്. ഇതെനി വീഴുമോയെന്നറിയില്ല. വളരെ പതുക്കെ നമുക്ക് നടന്നു നോക്കാം. ഈ സ്റ്റെപ്സ് കയറി ചെല്ലുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ വലിയ ഓപ്പൺ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കണ്ടില്ലേ, ഇഷ്ടം പോലെ ഡ്രൈ ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, നട്ട്സ് ആൻഡ് സീഡ്സ് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പല രാജ്യത്തുള്ള നട്ട്സും ഇവിടെ കിട്ടും. ഓരോന്നിൻ്റെയും പ്രൈസ് അതിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള നട്ട്സ് എടുത്ത് എത്ര വേണമെങ്കിലും വെയിറ്റ് നോക്കി നമുക്കതിന്ന് വാങ്ങാൻ പറ്റും. ഇതിൽ തന്നെ ഡ്രൈ ആയിട്ടുള്ള ലെമൺ, മാംഗോ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള നട്ട്സൊക്കെ വാങ്ങി ഞാൻ പുറത്തിറങ്ങി. ഇത് മാർക്കറ്റിൻ്റെ പുറകുവശത്തോടുള്ള വഴിയാണ്. ഇവിടെ മാർക്കറ്റിനെ റീനക്ക് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറി വീട്ടിലോട്ട് പോകാം. ഇവിടെയൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്. വളരെ സൂക്ഷിച്ച് ഈ സ്പൈക്സ് ഒക്കെ ഉള്ള ബൂട്ട്, അല്ലെങ്കിൽ വിൻ്ററിന് കിട്ടുന്ന കുറേ ബൂട്ട്സ് ഉണ്ട്. നോർമൽ ഷൂസ് അല്ല, ബൂട്ട്സ്. അതൊക്കെ ഇട്ടാലേ ഇതിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ക്യാപ്പും ഗ്ലൗസും ഒക്കെ മസ്റ്റാണ്. ഇല്ലെങ്കിൽ തണുത്ത് കോച്ച് വറച്ച് പോകും നമ്മൾ. ഇതിനൊക്കെ പുറമെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഒരു കുടയും കൂടി കയ്യിലെടുത്തിട്ടുണ്ട്. ഈ നീണ്ടു കിടക്കുന്ന റോഡ് അവസാനിക്കുന്ന ഒരു മെയിൻ റോഡിലാണ്. അത് ക്രോസ് ചെയ്താൽ നമ്മുടെ വീടെത്തി. ഞാൻ പെട്ടെന്ന് തന്നെ പോട്ടെ കേട്ടോ, തണുത്തിട്ട് പോയിട്ട് വേണം ചൂടുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ച് കുറച്ച് നേരം മൂടി പോയിച്ചിരിക്കാം.